താറാവ് കറി എപ്പോഴും കുട്ടനാട്ടുകാർക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാലും നമ്മൾ ആലപ്പുഴക്കാർക്കൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്നൊരു കാര്യം. ആരും അതിന് വേണ്ടിയിട്ട് മെനക്കെടാറില്ല, അതാണ് സത്യം. അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ച താറാവ് കറി വേണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി കേട്ടോ. മുമ്പ് എൻ്റെ സ്റ്റാർട്ടിങ് ഒരു വീഡിയോയിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ രുചിയും വേറെയാണ്. പിന്നെ നാടൻ താറാവിൻ്റെ രുചിയൊന്നും വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ദേ രാവിലെ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൺഡേ വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രമേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ താറാവിനെ അരിഞ്ഞ് നല്ല ആ സ്കിന്നോട് കൂടി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. കാര്യം സ്കിന്നോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ഇത്തിരി ഈ വെളിച്ചെണ്ണയാണ് ആകപ്പാട് ചേർത്ത് കൊടുത്തത്. പിന്നെ സവാളയും അതുപോലെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാ ആവശ്യത്തിന് ചതച്ചതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇത്തിരി മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ ഗരം മസാല മല്ലിപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ കുരുമുളക് പൊടി, ഇത് പറയാതിരിക്കാൻ വയ്യട്ടാ. കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലെവൽ വേറെയാണ്. അതിനുശേഷം നമ്മുടെ ആ താറാവും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ തിന്നുന്നവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ തോന്നി അരപ്പ് കുറവാണെന്ന്. അന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കുറവങ്ങ് മാറിക്കിട്ടി കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരല്പം മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒന്ന് പേരിൻ്റെ കാര്യം, അതിനകത്ത് വെള്ളം ഉണ്ടാവും. അങ്ങനെ നന്നായി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിലൊന്ന് അടിക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരത്തിന് ഇത്തിരി തേങ്ങായും എടുത്ത് വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ താറാവ് നന്നായിട്ട് വെന്ത് അതിനകത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അരച്ച് വെച്ച തേങ്ങയും കൂടെ ഒന്ന് അരച്ചെല്ലാം നല്ല സെറ്റാക്കി പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റാനായിട്ടിട്ട് ഒരുപാട് ആ ഒരു ഗ്രേവിയേക്കാളും നല്ലത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുകിയ ഗ്രേവി കിട്ടുന്നതാണ്. എന്നിട്ടൊരു ഇത്തിരി കൂടെ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താറാവ് കറി സെറ്റ്. ഇത് താറാവ് ഡ്രൈ റോസ്റ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് സാധാരണ അപ്പത്തിനും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ബ്രെഡിനൊക്കെ കഴിക്കാനാണ് ടേസ്റ്റ് നല്ല രീതിയിൽ. റൈസിനൊപ്പം അത്രയ്ക്ക് അങ്ങോട്ട് രുചിയല്ല, എന്നാലും ചിക്കനേക്കാളും നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇന്നത്തെ സൺഡേയിൽ ആകെപ്പാട് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കിട്ടിയൊരു കാര്യമാണ്. പിന്നെ ഡയറ്റിന് കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വല്ലപ്പോഴുമൊക്കെ കഴിക്കാമെന്നേ. എല്ലാം വല്ലപ്പോഴുമൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് മതിയെന്ന് നമുക്കങ്ങ് തീരുമാനിക്കാം.